ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി കുൽഫി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാംഗോ വെച്ചിട്ടാണ്. ഇപ്പം എന്തായാലും മാങ്ങ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുവിധം മാങ്ങ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലൊരു വലിയ പഴുത്ത മാങ്ങയാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊന്നും ചെത്താതെ തന്നെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഗവും മുറിച്ചെടുക്കുകയാണ്. വലിയ മാങ്ങയുകൊണ്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിരിക്കുന്നത്. നിങ്ങളത് കുഞ്ഞ മാങ്ങയാണെങ്കിൽ നിങ്ങൾ 2 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് ഡയഗണലി മുറിച്ച് വെച്ച മാങ്ങയൊക്കെ സ്കൂപ്പ് ചെയ്തിടാണ്. എന്നിട്ട് ഈ മുറിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മളതിൽ കുറച്ചൊരു പിഞ്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അധികം ആവരുത്, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതെന്താ ഒരു 15 സെക്കൻഡ് അടിച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട്. ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങളത് വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 200 ml ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 200 ഒരു മാങ്ങയ്ക്കൊക്കെ ആണെങ്കിൽ 200 ml മതി. ഞാൻ 200 ml ഫ്രഷ് ക്രീം ആഡ് ചെയ്യാണ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വലിയൊരു ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറേ നേരം നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പത പോലെയൊക്കെ വരും. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക കേട്ടോ, പാൽപ്പൊടി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ പാൽപ്പൊടി ചേർക്കണം എന്താ വെച്ചാൽ നമ്മുടെ കുൽഫിക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കുൽഫിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കുൽഫി മോൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അതെടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കിയിട്ട് ഓരോ ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഫുള്ള് നിറയ്ക്കരുത്, പകുതി.
ഗ്ലാസ്സിലും പകുതി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ, പക്ഷേ എനിക്ക് 4 ഗ്ലാസ് കുൽഫി ഉണ്ടാക്കാൻ പറ്റിയിട്ടോ. അതുകൊണ്ട് എന്നിട്ട് ഞാൻ ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയാണ് കേട്ടോ. എല്ലായിടത്തും എല്ലാ ഗ്ലാസും ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് മുകളിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക കേട്ടോ, കത്തി വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇറക്കി വയ്ക്കുകയാണ്. എൻ്റെ അടുത്ത് കയ്യിലിപ്പോൾ 3 ഐസ്ക്രീം സ്റ്റിക്കേ ഉള്ളൂ. അതുകൊണ്ട് 4ാമത്തേലേക്ക് എനിക്ക് സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 3 മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഞാനിത് ഒരു രാത്രി മൊത്തം ഫ്രീസാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തെടുക്കുമ്പോൾ അത് ഇതേപോലെ ഉണ്ടാവും. ആക്രാന്തത്തിൽ പോയിട്ട് നമ്മൾ ആ കോലിന് വലിച്ചെടുക്കരുത് കേട്ടോ. അത് നമ്മൾ സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ, അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഞാൻ ആക്രാന്തം കൊണ്ട് 2 ഗ്ലാസ്സൊക്കെ ഒറ്റയടിക്ക് എടുക്കാന്നുള്ള ഒരു ഇതിൽ 2 ഇട്ട് ഇതാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണം കേട്ടോ, ഓരോന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ കുൽഫിനെ വിട്ടു പോരും. കണ്ടോ നമ്മുടെ കുൽഫി ദാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാനത് കഴിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ, സീ യു.